എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കിച്ചൺ ടിപ്സാണ് പറയുന്നത്. പലർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകട്ടെ. ചെറുനാരങ്ങ ഏറെക്കാലം കേടുവരാതിരിക്കാനായി ഇങ്ങനെ സൂക്ഷിക്കാവുന്നതാണ്. ചെറുനാരങ്ങ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ തുടച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി കുപ്പിയിലിട്ട് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ ചെറുനാരങ്ങ ഒരുപാട് കാലത്തേക്ക് കേടുവരില്ല. ഇത് ചോറിന്റെ കൂടെയൊക്കെ ഈ രീതിയിൽ തന്നെ ഉപയോഗിച്ചാലും സ്വാദിഷ്ടമാണ്. അതല്ലെങ്കിൽ ആവശ്യാനുസരണം കുറേശ്ശെ എടുത്ത് അച്ചാറുണ്ടാക്കി ഉപയോഗിക്കാനും സാധിക്കും. ചെറുനാരങ്ങ സീസണിൽ വില കുറവുള്ള സമയത്ത് വാങ്ങിച്ച് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഇനി ചെറുനാരങ്ങ പച്ചയ്ക്ക് കുറേ കാലം സൂക്ഷിക്കണമെങ്കിൽ ലേശം വെളിച്ചെണ്ണ പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തതായി ചിലരൊക്കെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അടച്ചു വെച്ച് വേവിക്കാറുണ്ട്. ഇത് ഉപ്പേരി ഹാർഡാക്കാൻ കാരണമാകുന്നു. ഉപ്പേരി സോഫ്റ്റായി കിട്ടാനായി തുറന്നു വെച്ച് തന്നെ വേവിക്കുക. അടുത്തതായി ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമൊഴുകുക സാധാരണം. ഇതില്ലാതാക്കാനായി ഉള്ളി ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ചു സമയം ഇട്ടുവെക്കുക. എന്നതിന് ശേഷം അരിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. അടുത്തതായി തേങ്ങ ചിരകാതെ തന്നെ എളുപ്പത്തിൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. ഇതിനായി തിളച്ച വെള്ളത്തിൽ തേങ്ങ പൊട്ടിച്ച് ചിരട്ടയോടുകൂടി കുറച്ചു സമയം ഇട്ടുവെക്കുക. വെള്ളത്തിന്റെ ചൂട് പോകുന്നത് വരെ അതിൽ കിടക്കട്ടെ. അതിനുശേഷം പുറത്തെടുത്ത് ചൂടാറിയതിനു ശേഷം കാമ്പെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലൊന്ന് ചതയ്ക്കുക. ചതഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. എന്നതിന് ശേഷം ഇത് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുക്കുക. നല്ല കട്ടിയുള്ള പാല് തന്നെ ഇങ്ങനെ കിട്ടുന്നതാണ്. വീണ്ടും ഇതേ തേങ്ങാപ്പീര തന്നെ അരച്ചെടുത്ത് പരമാവധി പാല് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ആദ്യം എടുക്കുന്നത് 1-ാം പാലാക്കാം. അടുത്തതായി കറയുള്ള പച്ചക്കറികൾ, പ്രത്യേകിച്ച് പച്ചക്കായ, ചേന മുതലായവ നന്നാക്കി കഴിഞ്ഞാൽ കയ്യിന്മേൽ കറുത്ത കളർ വീഴുക സാധാരണം. അതുപോലെ തന്നെ ചേന അരിയുമ്പോൾ ചിലർക്ക് ചൊറിച്ചിലും ഉണ്ടാകും. ഇതില്ലാതാക്കാനായി കയ്യിൽ ലേശം വെളിച്ചെണ്ണ പുരട്ടിയതിനു ശേഷം ഇത്തരം പച്ചക്കറികൾ അരിയുക. അടുത്തതായി കോൾഗേറ്റ് സാധാരണ നമ്മൾ പല്ല് തേക്കാനാണ് വാങ്ങിക്കാറുള്ളതെങ്കിലും ഇത് അടുക്കളയിൽ ഒരെണ്ണം അത്യാവശ്യമാണ്. കാരണം നമ്മുടെ കൈകളിലൊക്കെ ചെറിയ പൊള്ളലുകളൊക്കെ സാധാരണമാണല്ലോ. ഇങ്ങനെ പൊള്ളലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലേശം കോൾഗേറ്റ് ആ ഭാഗത്ത് പുരട്ടി കഴിഞ്ഞാൽ പൊള്ളൽ മൂലമുണ്ടാകുന്ന കുമിളകൾ ഉണ്ടാകില്ല. അതുപോലെ തന്നെ നമ്മുടെ ആഭരണങ്ങൾ ഏതുമാകട്ടെ, സ്വർണമോ വെള്ളിയോ ഇമിറ്റേഷനോ ഏതായാലും ചെളി പിടിക്കുന്നത് സാധാരണം. ഈ ചെളി കളയാനായി ഒരു ബ്രഷിൽ ലേശം കോൾഗേറ്റ് എടുത്ത് ഉരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഭരണം വെട്ടിത്തിളങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്